നമ്മളിന്ന് നോക്കുന്നത് വായനാ ദിനം ക്വിസ് മോക്ക് ടെസ്റ്റാണ്. വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ജെ.സി. ഡാനിയേൽ, പി. കേശവദാസ്, തോപ്പിൽ ഭാസി. ആൻസർ ഓപ്ഷൻ എ, ജെ.സി. ഡാനിയേൽ. ജീവിതം ഒരു പെൻഡുലം ആരുടെ ആത്മകഥാപരമായ രചനയാണ്? ജീവിതം ഒരു പെൻഡുലം ആരുടെ ആത്മകഥാപരമായ രചനയാണ്? സുഭാഷ് ചന്ദ്രൻ, ശ്രീകുമാരൻ തമ്പി, ഭാനു പ്രകാശ്. ആൻസർ ഓപ്ഷൻ ബി, ശ്രീകുമാരൻ തമ്പി. 2026 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി സാഹിത്യകാരൻ ആരാണ്? 2026 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി സാഹിത്യകാരൻ ആരാണ്? എൻ മുകുന്ദൻ, എൻ പ്രഭാവർമ്മ, ടി പത്മനാഭൻ. ആൻസർ ഓപ്ഷൻ എ, എൻ മുകുന്ദൻ. പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം രചിച്ചതാര്? പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം രചിച്ചതാര്? എം കെ മേനോൻ, കെ സച്ചിദാനന്ദൻ, എസ് കെ പൊറ്റക്കാട്. ആൻസർ ഓപ്ഷൻ സി, എസ് കെ പൊറ്റക്കാട്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ ഏതാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ ഏതാണ്? ആരാച്ചാർ, മായാമനുഷ്യർ, മണൽ ജീവി. ആൻസർ ഓപ്ഷൻ ബി, മായാമനുഷ്യൻ. എൻ പ്രഭാകരൻ എഴുതിയ മായാമനുഷ്യൻ. 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വൈരമുത്തു, ONV കുറുപ്പ്, വിനോദ് കുമാർ ശുക്ല. ആൻസർ ഓപ്ഷൻ എ, വൈരമുത്തു. 2025 49ാമത് വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 49ാമത് വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എസ് ജോസഫ്, ശ്രീകുമാരൻ തമ്പി, ഇ സന്തോഷ് കുമാർ. ആൻസർ ഓപ്ഷൻ സി, ഇ സന്തോഷ് കുമാർ. ഇ സന്തോഷ് കുമാറിന് 2025 വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ്? ഇ സന്തോഷ് കുമാറിന് 2025 വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ്? ജീവിതം ഒരു നാടകം, ഒരു കറുത്ത ചിരി, തപോമയിയുടെ അച്ഛൻ. ആൻസർ ഓപ്ഷൻ സി, തപോമയിയുടെ അച്ഛൻ. കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? മലയാളം, ഹിന്ദി, സംസ്കൃതം. ആൻസർ ഓപ്ഷൻ എ, മലയാളം. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? VT ഭട്ടതിരിപ്പാട്, MK സാനു, ഭാനു പ്രകാശ്. ആൻസർ ഓപ്ഷൻ എ, VT ഭട്ടതിരിപ്പാട്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാര്? കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാര്? PN പണിക്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജോസഫ് മുണ്ടശ്ശേരി. ആൻസർ ഓപ്ഷൻ എ, PN പണിക്കർ. PN പണിക്കരുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? PN പണിക്കരുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ആൻസർ 2004. ആരുടെ ഓർമ്മയ്ക്കായാണ് ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്? ആരുടെ ഓർമ്മയ്ക്കായാണ് ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്? കിരൺ ദേശായി, അരുന്ധതി റോയ്, വില്യം ഷേക്സ്പിയർ. ആൻസർ ഓപ്ഷൻ സി, വില്യം ഷേക്സ്പിയർ. താഴെ കൊടുത്തവരിൽ മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? താഴെ കൊടുത്തവരിൽ മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, കുമാരനാശാൻ. ആൻസർ ഓപ്ഷൻ സി, കുമാരനാശാൻ. ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയതാര്? ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയതാര്? MK സാനു, ഭാനു പ്രകാശ്, ചങ്ങമ്പുഴ. ആൻസർ ഓപ്ഷൻ എ, MK സാനു. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ചെറുകാട്, പി കേശവദേവ്, ജോസഫ് മുണ്ടശ്ശേരി. ആൻസർ ഓപ്ഷൻ സി, ജോസഫ് മുണ്ടശ്ശേരി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രചിച്ചതാര്? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രചിച്ചതാര്? തോപ്പിൽ ഭാസി, തിക്കുറിശി,
MK മേനോൻ. ആൻസർ ഓപ്ഷൻ എ തോപ്പിൽ ഭാസി. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാര്? വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാര്? രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ, കുമാരനാശാൻ. ആൻസർ ഓപ്ഷൻ എ രാമപുരത്ത് വാര്യർ. മലയാളം ഗദ്യശാഖയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? മലയാളം ഗദ്യശാഖയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? കുഞ്ചൻ നമ്പ്യാർ, കുമാരനാശാൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ആൻസർ ഓപ്ഷൻ സി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. 2026 സമഗ്ര സംഭാവനയ്ക്കുള്ള ഭാഷാ കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 സമഗ്ര സംഭാവനയ്ക്കുള്ള ഭാഷാ കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി, ജി ശങ്കരക്കുറുപ്പ്, തകഴി ശിവശങ്കരപ്പിള്ള. ആൻസർ ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി. കാണുന്ന നേരത്ത് എന്ന ആത്മകഥാപരമായ രചന ആരുടേതാണ്? കാണുന്ന നേരത്ത് എന്ന ആത്മകഥാപരമായ രചന ആരുടേതാണ്? ചങ്ങമ്പുഴ, സുഭാഷ് ചന്ദ്രൻ, പി കേശവദേവ്. ആൻസർ ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രൻ. ചലച്ചിത്രമാക്കിയ മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? ചലച്ചിത്രമാക്കിയ മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? കുന്തലത, ഇന്ദുലേഖ, മാർത്താണ്ഡവർമ്മ. ആൻസർ ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. വൈക്കം മുഹമ്മദ് ബഷീർ സ്വന്തം ജീവിത കഥ പറഞ്ഞ കൃതി ഏത്? വൈക്കം മുഹമ്മദ് ബഷീർ സ്വന്തം ജീവിത കഥ പറഞ്ഞ കൃതി ഏത്? ബാല്യകാലസഖി, പ്രേമലേഖനം, പാത്തുമ്മയുടെ ആട്. ആൻസർ ഓപ്ഷൻ സി പാത്തുമ്മയുടെ ആട്. ചെമ്മീൻ, കയർ എന്നീ കൃതികൾ രചിച്ചതാര്? ചെമ്മീൻ, കയർ എന്നീ കൃതികൾ രചിച്ചതാര്? തകഴി ശിവശങ്കരപ്പിള്ള, സുഗതകുമാരി, വൈക്കം മുഹമ്മദ് ബഷീർ. ആൻസർ ഓപ്ഷൻ എ തകഴി ശിവശങ്കരപ്പിള്ള. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത്? മലയാളം, ഉറുദു, ഹിന്ദി. ആൻസർ ഹിന്ദി. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു. മഹാകാവ്യം എഴുതാതെ മഹാകവി ആയതാര്? മഹാകാവ്യം എഴുതാതെ മഹാകവി ആയതാര്? ആൻസർ കുമാരനാശാൻ. ആദ്യം ശരിയുത്തരം കമൻറ്റ് ചെയ്തവരുടെ പേര് വായിക്കാം. അയന, അനഘ എം ആർ, ഏഞ്ചൽ മറിയ, ഫിസ, ദേവാഹര, ശ്രീലക്ഷ്മി ദാസ്, മാധുരി, ആദർവ്, നീരജ് പി ജെ, ആത്മിക എന്നീ കുട്ടികളാണ്. എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനി നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം നോക്കാം. നീർമാതളം പൂത്തകാലം ആരുടെ കൃതിയാണ്? നീർമാതളം പൂത്തകാലം ആരുടെ കൃതിയാണ്? ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്